ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടലക്കറിയുമായിട്ടാണ്. ഈ കടലക്കറി എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. അപ്പോൾ കടലക്കറിക്കായിട്ട് തലേദിവസം നമുക്ക് കടല വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് ഏകദേശം 2 കപ്പോളം കടലയുണ്ട്. പിറ്റേ ദിവസം രാവിലത്തെ കടലയാണിത്. ഇനി കഴുകി വൃത്തിയാക്കിയ കടല കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കാര്യം മറന്നുപോയി, എല്ലാവർക്കും സുഖമല്ലേ? കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും. ഞങ്ങളിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് വെള്ളം വരും. വെള്ളം കടലയുടെ മുകളിൽ വരുന്ന രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി കുക്കർ അടച്ച് സ്റ്റൗവിൽ വെക്കാം. 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 8 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുത്ത കടലയാണിത്. കടലയുടെ വേവിനനുസരിച്ച് വിസിലിൽ മാറ്റമുണ്ടാകാം. ഇത് അപ്പത്തിനും ചോറിനും പുട്ടിനും ചപ്പാത്തിക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ എടുത്തിരിക്കുന്ന കടല നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി കാച്ചാം. 10 ചുവന്നുള്ളിയും 15-16 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണേ. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ കടല എത്ര തരം വെറൈറ്റി ആയിട്ട് വെക്കാമല്ലേ? എൻ്റെ അമ്മ തന്നെ 5 ടൈപ്പ് വെറൈറ്റിയിലാണ് വെക്കുന്നത്. കടല സ്നാക്സ് ആയിട്ടും കഴിക്കാം. വേറെ വെറൈറ്റികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഇത് ഇളക്കി കൊടുക്കാം. പൊടികൾ നന്നായി മൂക്കുമ്പോൾ കടല കുറച്ചേശയായി ചേർത്ത് കൊടുക്കാം. കടല ഫുൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ജീരകപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ചേർക്കുന്നില്ല. പൊടികൾ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് തിളപ്പിക്കുക. ഞങ്ങളിവിടെ കസ്തൂരി മേത്തി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. കസ്തൂരി മേത്തി ഓപ്ഷണലാണ്. ഇതൊരു ഈസി റെസിപ്പി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.